എല്ലാ മച്ചന്മാർക്കും ഇൻഫോർമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് യൂട്യൂബിൽ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറച്ച് പെട്ടെന്ന് കൂട്ടാനുള്ള ഒരു ട്രിക്കാണ്. പിന്നെ എൻ്റെ കുറച്ച് ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് യൂട്യൂബിൽ ഒരു സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്ത് ആണ് ഇതിൻ്റെ നമുക്ക് വ്യൂ കിട്ടുന്നത്. യൂട്യൂബിൽ സെറ്റിങ്സ് ഇത് ഡിഫാൾട്ടായിട്ട് ഓണായിട്ട് കിടക്കുമായിരിക്കും, പക്ഷേ അത് നമ്മൾ ഓഫ് ചെയ്യണം. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആ സെറ്റിങ്സ് എങ്ങനെ ഓഫ് ചെയ്യുന്നത് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ കാണിച്ചു തരാം. നമ്മളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അത് ഓഫ് ചെയ്യണം. അത് ഒരു ടിക്ക് മാർക്കാണ്, അത് അൺടിക്ക് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഫോൺ നിർത്തട്ടെ. ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ ക്രോം ബ്രൗസറിൽ തന്നെ ഫോണിൽ കൂടെ ആണ് ചെയ്യുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് അപ്ലോഡ് ബട്ടൺ കൊടുക്കുക. അപ്ലോഡ് ബട്ടൺ കൊടുത്തതിന് ശേഷം വീഡിയോ സെലക്ട് ഫയൽ, വീഡിയോയുടെ ഫയൽ സെലക്ട് ചെയ്യുക. ഫയൽസ് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ ഫയൽ ഇപ്പോൾ അപ്ലോഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് വരിക. നെറ്റ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഇത് കണ്ടോ, താഴെ ഇതിൻ്റെ താഴെയായിട്ട് അലോ എംബഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അലോ എംബഡിങ്, ആ ഓപ്ഷൻ ഓഫ് ചെയ്ത് എപ്പോഴും ഇട്ടേക്കണം. ഈ ഓപ്ഷൻ എന്തിനാണ് ഓഫ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഷെയർ ചെയ്യുമല്ലോ. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ ഈ വാട്സപ്പിൻ്റെ മീഡിയ പ്ലെയറിൽ തന്നെ ആയിരിക്കും ഇത് വീഡിയോ പ്ലേ ആവുന്നത്. യൂട്യൂബിലേക്ക് അവർ റീഡയറക്റ്റ് ചെയ്ത് പോകത്തില്ല. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ റീഡയറക്റ്റ് ചെയ്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ വീഡിയോ പ്ലേ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ എല്ലാവരും അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അങ്ങ് പ്ലേ ചെയ്യും. പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യൂസോ വാച്ച് അവേഴ്സോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിടണമെന്ന് പറയുന്നത്. അത് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അലോ എംബഡിങ് ഓഫ് ചെയ്യുക. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ നമ്മുടെ ചാനലിനകത്ത് കിട്ടാൻ ചാൻസ് കൂടുന്നുണ്ട്. ഈ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് കൂടുതൽ സജഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കും യൂട്യൂബ്. ഈ വീഡിയോ സജഷനിൽ പോകും. വേറെ ആൾക്കാരുടെ സജഷൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ യൂട്യൂബിൽ ആദ്യം ഇങ്ങനെ വരുമ്പോൾ തന്നെ ഭയങ്കര വ്യൂസും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ നമ്മുടെ കണ്ടൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടൻറ്റ്സ് കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുക. വ്യൂസ് വരുന്നില്ലെങ്കിൽ കണ്ടൻറ്റ്സ് ഒന്ന് മാറ്റി നോക്കുക. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യുക. നല്ല രീതിയിൽ എഡിറ്റൊക്കെ ചെയ്യുക. എഡിറ്റിങ് അറിഞ്ഞുകൂടാങ്കിൽ അത് പഠിക്കുക. യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ പഠിക്കാൻ. യൂട്യൂബിൽ തന്നെ നോക്കി വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് നല്ലപോലെ പഠിക്കുക. ഫോണിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ യൂട്യൂബിൽ പ്രധാനം എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ്. നമ്മൾ ഒരിക്കലും നിർത്തിപ്പോകരുത്. പകുതിക്ക് വെച്ചിട്ട് നിർത്തിപ്പോകരുത്. ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ആരും കാണത്തില്ലായിരിക്കും ചിലപ്പോൾ വീഡിയോസ്. ഒരു വ്യൂസ് 2 വ്യൂസൊക്കെ കാണത്തുള്ളൂ. എങ്കിലും നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ വീഡിയോ മാക്സിമം ക്വാളിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക. കണ്ടൻറ്റ് നന്നാക്കുക. വീഡിയോ ഡെയിലി ഇടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് എന്നെങ്കിലും ഒരു ദിവസം കിട്ടും. ആദ്യമൊന്നും കിട്ടത്തില്ലായിരിക്കും. അതും പറഞ്ഞ് ആദ്യം കിട്ടില്ല, വ്യൂസൊന്നും ഇല്ലെന്നും പറഞ്ഞ് മടുത്ത് പോകരുത്. വീണ്ടും ഇടുക. ഒരു ദിവസം നമുക്ക് വ്യൂസ് വന്നിരിക്കും. നമ്മൾ തോക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ തോക്കാൻ തയ്യാറായാൽ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും. അപ്പം വീഡിയോസ് ഡെയിലി ഇടുക, മാക്സിമം ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ അടിപൊളിയായിട്ട് വളരാൻ പറ്റട്ടെ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ വീണ്ടും മോൺസ്റ്ററെ കാണാൻ പറ്റും.